ഏതായാലും പ്രേക്ഷകരുടെ ക്വറീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ധാരാളം പ്രേക്ഷകർ ഒരുപാട് സ്റ്റോക്കുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിൽ പല പ്രേക്ഷകരും ചോദിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് IRFCയുടെ സ്റ്റോക്ക് തന്നെയാണ്. IRFCയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. IRFCയിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? അഗൈൻ ഇന്നലെ നമ്മൾ ഒത്തിരി വോളറ്റിലിറ്റി കണ്ടിരുന്നു. ബട്ട് ക്ലോസിംഗ് സമയമാകുമ്പോഴേക്കും തിരിച്ച് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിച്ചത്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് 130 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുക. 130ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. ഒപ്പം ധാരാളം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് തീർച്ചയായിട്ടും കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം PM ഒക്കെ തന്നെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? So Cochin Shipyard also trend is very much bullish. ഒരു വീക്ക്നെസ് ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് പുതിയ പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ആൻഡ് കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 750 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് ഇന്നലെ മാസഗോൺ ഡോക്കിലും നമുക്ക് നല്ലൊരു ക്ലോസ് ആയിരുന്നു കിട്ടിയത്. ബട്ട് മാസഗോൺ ഡോക്കിന്റെ കേസിൽ 2520 രൂപ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസിൽ ശ്രദ്ധിച്ചിരിക്കുക. ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സിലും നമുക്ക് ഇന്നലെ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ബട്ട് ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസിൽ മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 940 രൂപയിലാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ആസ്റ്റർ DM ഹെൽത്ത് കെയറുള്ള സാറിന്റെ വ്യൂ ആയിരുന്നു. കഴിഞ്ഞ ദിവസം 3% ഒരു മുന്നേറ്റം കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഗൾഫ് ബിസിനസ് ഡീലിസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആസ്റ്റർ DMലുള്ള സാറിന്റെ വ്യൂ എന്താണ്? ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് ആസ്റ്ററിന്റെ കേസിലും ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്നുള്ളൊരു കാര്യം മറക്കരുത്. ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് ധാരാളം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് IEXന്റെ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 9% ഇടിഞ്ഞ 148 എന്ന റേഞ്ചിലാണ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിന്റെ ഇന്നലത്തെ കനത്ത ഇടിവിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല സ്ട്രാറ്റജി ഇപ്പൊ തന്നെ ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി. സ്റ്റോക്ക് 135 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ഓൾസോ ടേൺ ബെയറിഷ്. നൗ IEXനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഐ വാണ്ട് ടു ഗിവ് എ ക്വിക്ക് അപ്ഡേറ്റ് ഓൺ പോളിക്യാബ്. ബിക്കോസ് പോളിക്യാബിന്റെ കേസിൽ നമുക്കറിയാം ഒരു 10 ദിവസം മുൻപ് കനത്ത ഒരു സെല്ലിംഗ് നേരിട്ട ഒരു സ്റ്റോക്ക് ആയിരുന്നു പോളിക്യാബ്. കഴിഞ്ഞ 4 സെഷൻസിൽ നമുക്ക് തിരിച്ചൊരു റിക്കവറി പോളിക്യാബിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു വെറും ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രം പ്രേക്ഷകരെ ശ്രദ്ധിച്ചിരിക്കുക. സ്റ്റോക്കിന് 4650 4700 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ബെറ്റർ ടു ട്രൈ ആൻഡ് ക്ലോസ് ദ ലോങ് പൊസിഷൻ. ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഹൗസിംഗ് അർബൻ ഡെവലപ്മെന്റിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഹുഡ്കോയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 137 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഹഡ്കോയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. സ്റ്റോക്കിൽ നമുക്ക് 4 ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽസ് നോട്ട് ചെയ്യാം. ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 142 രൂപ, അതിനെ തുടർന്ന് 147, 152, അതിനെ തുടർന്ന് 160 രൂപയിലും റെസിസ്റ്റൻസ് കാണുന്നത്. ഒപ്പം ധാരാളം പ്രേക്ഷകർ വീണ്ടും HDFC ബാങ്കിലുള്ള സാറിന്റെ ഒരു വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം കനത്ത ഇടിവ് കാണിച്ചിട്ടുണ്ടായിരുന്നു. സാർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. HDFC ബാങ്കിൽ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? ടോട്ടലി അവോയ്ഡ് എ ലോങ് പൊസിഷൻ ഇൻ HDFC ബാങ്ക്. ഒരു പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. കാര്യം HDFC ബാങ്കിന് ഒരു സപ്പോർട്ട് ബേസ് ഇതുവരെയും ഫോം ചെയ്തിട്ടില്ല. ഇന്നലെ ആയിരുന്നു ആദ്യത്തെ ഒരു മേജർ സെല്ലിംഗ് നമ്മൾ കണ്ടത്. സ്റ്റോക്കിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് ഒരു സപ്പോർട്ട് ലെവൽ ഇപ്പൊ കാണാൻ സാധിക്കുന്നു 1460 രൂപ.
സോ ലെറ്റ് us ബി പേഷ്യന്റ്. നമ്മളിപ്പോൾ എടുത്തു കയറി HDFC ബാങ്ക് മാത്രമല്ല, ICICI ബാങ്ക്, കോട്ടക് ബാങ്ക്, ഇതിൽ ഒന്നിലും നമ്മളിപ്പോൾ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. ഒപ്പം RVNL, ഇപ്പൊ IRCTC പോലുള്ള റെയിൽവേ സ്റ്റോക്സും ധാരാളം പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വേറൊരു പ്രേക്ഷകനും റെയിൽവേ സ്റ്റോക്സിലുള്ള സാറിന്റെ ഒരു വ്യൂ ചോദിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റോക്സ് നമ്മൾ നേരത്തെ IRFCയെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതേ ഒരു പാറ്റേൺ നമുക്ക് RVNLലും കാണാൻ സാധിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തത്. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യത്തില്ല. നമ്മുടെ കൈവശം റെയിൽവേ സ്റ്റോക്സ് ഉണ്ടെങ്കിൽ വളരെ പ്രോ ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുക. ബിക്കോസ് നമ്മൾ HDFC ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഏഷ്യൻ പെയിന്റ്സിലൊക്കെ നമ്മൾ വലിയ തോതിൽ സെല്ലിംഗ്, പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിരുന്നു. അപ്പോൾ അതേ ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് നമ്മൾ ഷിപ്പിംഗ് സ്റ്റോക്സ്, റെയിൽവേ സ്റ്റോക്സ്, ഡിഫൻസ് സ്റ്റോക്സ്, ഇതിലൊക്കെ നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഒപ്പം തന്നെ വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ബനാറസ് ഹോട്ടൽസിലുള്ള സാറിന്റെ റിവ്യൂ ആണ്. ഫോർച്ചുനേറ്റ്ലി ബനാറസ് ഹോട്ടൽസിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. നമ്മൾ ബനാറസ് ഹോട്ടൽസിനെ കുറിച്ച് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ഒരു വ്യൂ നൽകിയിരുന്നു. സോ ബനാറസ് ഹോട്ടലിലെ പ്രോഫിറ്റ് ടേക്കിംഗ് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. സോ ബനാറസ് ഹോട്ടലിന്റെ ഏറ്റവും മേജർ സപ്പോർട്ട് ഏരിയ ഇപ്പൊ കാണാൻ സാധിക്കുന്നത് 7,900 രൂപയില. ലെറ്റ് us just wait and see ആ ഒരു സപ്പോർട്ടിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന്. അതിനുശേഷം നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. ഒപ്പം ധാരാളം പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ബാങ്കിങ് സ്റ്റോക്കുകൾ തന്നെയാണ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, IDFC ഫസ്റ്റ് ബാങ്ക് മുതലായ ബാങ്കിങ് സ്റ്റോക്കുകളെ കുറിച്ചും പ്രേക്ഷകർ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. സോ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എഗെയിൻ നല്ലൊരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് ആയിരുന്നു നൽകിയത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയ്ക്ക് 52 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. സോ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഒരു പുതിയ ബൈയിങ് പൊസിഷൻ ഈ സ്റ്റോക്കിൽ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 46 രൂപ. 46 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. Now IDFC First Bank in the case is a little bit different because IDFC First Bank overall banking സെക്ടറിനെ കഴിഞ്ഞ 3-4 മാസത്തിനിടെ അണ്ടർ പെർഫോം ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ അറൌണ്ട് 80 രൂപയ്ക്ക് അടുത്ത നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. ലെറ്റ് us just wait and see ഈ അടുത്ത 3-4 സെഷൻസിനിടെ ഈ ഒരു സപ്പോർട്ട് ബേസ് നിലനിൽക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈയിങ് അവസരം ലഭിക്കും. അറ്റ് ദ സെയിം ടൈം ഷോർട്ട് ടേം ഇമ്മീഡിയറ്റ്ലി ബുള്ളിഷായി വഴിമാറണമെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് 90 രൂപ 50 പൈസയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം.